എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഒരു വലിയ സംഭവം പുറത്തുവിട്ടു. അത് മറ്റൊന്നുമല്ല, രാജ്യത്തിൻ്റെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയെക്കുറിച്ചാണ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്. ആ കാര്യം വളരെ മറ്റുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തെന്നാൽ അദ്ദേഹത്തെ പപ്പു എന്ന് വിളിച്ച് 100 തവണയല്ല 1000 തവണ കളിയാക്കിക്കൊണ്ടിരുന്ന വ്യക്തികൾക്ക് ഇന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ അവരെ ഒരുപാട് ബുദ്ധിമുട്ടിലെത്തിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ എത്തിക്കാൻ ഇവർ കാണിച്ച ഒരു വ്യഗ്രതയുണ്ടല്ലോ, ആ വ്യഗ്രതയാണ് അദ്ദേഹത്തിനെ പ്രാപ്തനാക്കിയത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഇതേവരെ സമൂഹം അംഗീകരിച്ചതെന്ന് ഇപ്പോൾ അവർ പറയുന്നു. ഒരു പ്രതിപക്ഷ നേതാവിന് യോജിച്ചതല്ല, വാക്കുകളല്ല അദ്ദേഹം പൊതുവേദികളിൽ പറയുന്നത് എന്ന്. യഥാർത്ഥത്തിൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ്, അതായത് ഈ 2026 ഇപ്പൊ അതിനു മുൻപ് കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. പിൻപ് ആ കാര്യങ്ങൾ നാം എടുത്തു നോക്കുമ്പോൾ മനസ്സിലാകുന്നത്, അദ്ദേഹം പൊതുവേദികളിലാവട്ടെ, അല്ലെങ്കിൽ രാജ്യസഭയിലാവട്ടെ, അല്ലെങ്കിൽ പാർലമെന്റിലാവട്ടെ, എവിടെ പ്രസംഗിച്ചാലും അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തുന്നതായിട്ട് നാം കാണാറുണ്ടായിരുന്നു. അതായത് പപ്പു എന്ന് പറഞ്ഞ് കളിയാക്കുന്നതാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇതുവരെ അദ്ദേഹത്തിന് ആ രീതിയിൽ BJP നേതാക്കൾ പലതരത്തിലും പല കോണിൽ നിന്നും അദ്ദേഹത്തിന്റെ അമ്മയും അച്ഛനെയും കുടുംബത്തെയും ആക്ഷേപിക്കുന്ന രീതിയിലായിരുന്നു ഇന്നേ വരെ നാം കണ്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോ അവർക്ക് വലിയ അസ്വസ്ഥത തോന്നിയിരിക്കുന്നു. അതിന് കാരണം എന്താ? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ആലിംഗനം ചെയ്യുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പരാമർശിച്ചത്. അത് മറ്റൊന്നുമല്ല, വിദേശ നയം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്, അത് വേറെ കാര്യം. ഇവർ 10-12 വർഷം ഇത്രയും കാലം ഭരിച്ചു. എന്താണ് നമ്മുടെ രാജ്യത്ത് വിദേശ നയം കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കിയത്? എവിടെയാണ് അവർ ചെയ്തത്? കോൺഗ്രസ് സർക്കാർ നടത്തിക്കൊണ്ടുപോയ കാര്യങ്ങൾ ഇവർ പുതിയതായി എന്താണ് ചെയ്തത്? ഒന്നും തന്നെ പ്രവാസികൾക്കോ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ അവരുടെ ഭാവിക്കോ വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ചെയ്തതായിട്ട് ഇന്നേ വരെ ഒരു ഓർമ്മയുമില്ല. അഥവാ ഇനി ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അതും അറിയില്ല. പക്ഷേ ഇവിടെ അതൊന്നുമല്ല വിഷയം. അദ്ദേഹത്തെ പല രീതിയിലും പല കോണുകളിൽ നിന്നും ആക്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ ആക്ഷേപിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ചോക്ലേറ്റ് ബോയ് ആണെന്നും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയില്ല എന്നും പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടിരുന്ന ഈ BJP നേതാക്കൾ ഇപ്പോ വലിയ ഒരു സംഭവ വികാസമായി അതിനെതിരെ പോരാടാൻ, അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾക്ക് വിമർശനമായി അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടുവരുന്നു. അതിന്റെ കാരണം എന്താ? അദ്ദേഹം പറഞ്ഞത്, വിദേശ നയങ്ങൾ നടപ്പിലാക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ വിദേശത്ത് ചെന്ന് നേതാക്കന്മാരെ കെട്ടിപ്പിടിക്കുന്നതല്ല വിദേശ നയം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് വേറൊന്നാണ്. പക്ഷേ BJP നേതാക്കൾ, നിർഭാഗ്യവശാൽ BJP നേതാക്കൾ അതിനെ മറ്റൊരു തലത്തിൽ കൊണ്ടെത്തിച്ചു. അതായത് അദ്ദേഹം എന്തിനും ഏതിനും ഈ രീതിയിൽ പ്രതികരിച്ചാൽ എങ്ങനെയെന്നാണ് ഇപ്പോൾ ഓരോ BJP നേതാക്കളും ചോദിക്കുന്നത്. മാത്രവുമല്ല, അവർ ചോദിക്കുന്ന ഒരു വലിയ ഗുരുതരമായ ഒരു ചോദ്യം, സ്ത്രീ നേതാക്കളെ ആക്ഷേപിക്കുന്നു. എങ്ങനെയാണ് സ്ത്രീ നേതാക്കളെ ഇത് ആക്ഷേപിക്കുന്നത്? ഏത് തരത്തിലാണ് സ്ത്രീ നേതാക്കളെ ആക്ഷേപിക്കുന്നത്? അതായത് ഇവരുടെ നിലവാരത്തിൽ അദ്ദേഹം ഇത്രയും കാലം ഇറങ്ങി വന്നില്ല. അപ്പോഴാണ് അവർ പലതും പറഞ്ഞ് അദ്ദേഹത്തെ പപ്പു എന്ന് വിളിച്ച് കളിയാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോ അവരുടെ നിലവാരത്തിൽ അദ്ദേഹം ഇറങ്ങി വന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. എങ്ങനെയാണ് ഈ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടായത്? അവർ പറഞ്ഞത് സ്ത്രീ നേതാക്കളെ അധിക്ഷേപിക്കുന്നു. സ്ത്രീ നേതാക്കളെ ഇങ്ങനെ പൊതുവേദിയിൽ ഈ രീതിയിലാണോ ആലിംഗനം ചെയ്യുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഓരോ രാജ്യത്ത് ചെല്ലുമ്പോൾ, മറ്റു വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു ശൈലിയായിരിക്കും അത്. ആ രീതിയിൽ കെട്ടിപ്പിടിക്കുന്നത്, ആലിംഗനം ചെയ്യുന്നത്. അതിനെന്താ പ്രശ്നം? രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ ഉദ്ദേശം, അദ്ദേഹം പറഞ്ഞത് ഈ രീതിയിലാവാനാണ് ചാൻസ്. അതായത് അങ്ങനെ തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തെന്നാൽ അദ്ദേഹം പറഞ്ഞത്, കെട്ടിപ്പിടിച്ചാൽ മാത്രം പോരാ, അത് വിദേശ നയമാകില്ല. പകരം വിദേശ നയം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം, നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരണം. യുവാക്കൾക്ക്, യുവതികൾക്ക് അല്ലെങ്കിൽ പുതുതലമുറയ്ക്ക്
വേണ്ടുവോളം അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം. അതിനുവേണ്ടി നിങ്ങൾ വിദേശത്ത് പോവുകയാണെങ്കിൽ തെറ്റില്ല. പക്ഷേ അവിടെ പോയി ആലിംഗനം ചെയ്ത് അവരുടെ വിരുന്നുകളിൽ പങ്കെടുത്ത് അതുമായി തിരിച്ചു വരുമ്പോൾ അത് വിദേശ നയമാകില്ല. ഒരിക്കലും അതൊരു വിദേശ നയമല്ല. ഇവിടെ അതല്ല വിഷയം. ഇദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യാനാണ് എല്ലാവരുടെയും താല്പര്യം. ഇപ്പോ പറയുന്നത് അദ്ദേഹം സ്ത്രീകൾക്കെതിരെ ഇന്ത്യയിൽ ഒരു BJP ഒഴിച്ച് BJPയോ RSSോ അല്ലെങ്കിൽ അതിനോട് ബന്ധമുള്ള അതിനോട് അനുബന്ധമുള്ള പാർട്ടികളല്ലാതെ മറ്റു ഒരു പാർട്ടിയിലുമുള്ള ഒരു സ്ത്രീകളും അദ്ദേഹത്തിനെതിരെ സംസാരിക്കില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് സ്ത്രീകളെ അല്ല, സ്ത്രീകളെ കെട്ടിപ്പിടിക്കുന്ന കാര്യമാണോ പറഞ്ഞത്? പോകുമ്പോ അവിടെ ഉണ്ടാകുന്ന നേതാക്കന്മാരെ, അത് പുരുഷന്മാരാണ്. സ്ത്രീകളെ ആക്ഷേപിച്ചെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കാം. മറ്റൊരു കാര്യം ഈ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കട്ടെ. സവർക്കറെ പറഞ്ഞതിന്, സവർക്കറെ ഒരിക്കലും ഞാൻ മാപ്പ് പറയില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ കോടതി അദ്ദേഹത്തിന് ഒരു താക്കീത് കൊടുത്തിരുന്നു. ഇപ്പോ ഇതാ കോടതി ആ വിഷയം എന്നേക്കുമായി അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പോ ഇവിടെ കോടതിക്കും മനസ്സിലായി അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ എന്താണെന്നും അദ്ദേഹം പറയുന്നതിന്റെ കാര്യങ്ങളുടെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്നും അതിന്റെ സതുദ്ദേശം എന്താണെന്നും അവർക്ക് മനസ്സിലായത് കൊണ്ടാണ് ആ രീതിയിൽ ഒരു വിധി പ്രഖ്യാപനം ഉണ്ടായത്. നമ്മുടെ നാട്ടിലെ ഒരു മലയാളം ചാനലിൽ ഇപ്പോ തൊട്ടു മുമ്പ്, ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് കണ്ട ആ ഒരു വീഡിയോയെ കുറിച്ചാണ് ഇനി എനിക്ക് പറയാനുള്ളത്. അതിൽ അവർ ചോദിക്കുന്ന ആ ഫോണിൽ കൂടി ആൾക്കാരുടെ പ്രതികരണം അറിയിക്കുന്നു. അതായത് ആ പ്രോഗ്രാം റെക്കോർഡ് ചെയ്തതാണ്, പക്ഷെ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഫോണിംഗ് പ്രോഗ്രാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകന്റെ പ്രതികരണം അവിടെ അറിയിക്കുകയാണ്. പ്രതികരണം അറിയിക്കുന്നത് ആരാ? അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നവർ. ഈ രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിക്കുന്നവരെ കൊണ്ടാണ് ഇതിന്റെ അഭിപ്രായം ചോദിക്കുന്നത്. ഒരിക്കലും അനുകൂലിക്കുന്നവർ ഇതിലേക്ക് വിളിക്കില്ല, ഇതിലേക്ക് സംസാരിക്കില്ല. ഇവിടെ ഒന്ന് രണ്ട് ആൾക്കാരുടെ പ്രതികരണം ഞാൻ കേൾപ്പിക്കാം. വളരെ രസകരമായ കാര്യമാണ്. ഇതിനൊരു ഒരു 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 ഫാദർ ഉണ്ട്. അദ്ദേഹം പറയുന്നത് എന്തിനും ഏതിനും ഇങ്ങനെ വിമർശിക്കാൻ നിന്നാൽ എങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത്. എന്തിനും ഏതിനും അദ്ദേഹം ഇങ്ങനെ വിമർശിക്കണമെങ്കിൽ ആ വിമർശിക്കേണ്ട വേദി ആരാണ് ഒരുക്കിയത്? അദ്ദേഹത്തെ ഈ രീതിയിൽ വിമർശന വിധേയമാക്കിയത് ആരാണ്? അദ്ദേഹത്തിന്റെ നിലവാരത്തിൽ തന്നെയാണ് സംസാരിച്ചത്. അതൊന്നും ചെവിക്കൊള്ളാതെ അന്നൊന്നും തോന്നാത്ത ഒരു വിഷമം എന്തിനാണ് ഇപ്പോ ഉണ്ടായത്? അപ്പോ അദ്ദേഹത്തിന് വിവരമുണ്ടായി തുടങ്ങി എന്നല്ലേ അതിന്റെ സത്യം? അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ അസ്വസ്ഥരാക്കുന്നു എന്നുള്ളതിന്റെ സത്യമല്ലേ ഈ പറയുന്നത്, അല്ലേ? അദ്ദേഹം മുമ്പ് പറയുന്നതെല്ലാം വിവരക്കേടും പപ്പുവും വിവരമില്ലായ്മയും കൊച്ചുകുട്ടികളുടെ വാക്കുകളാണ് എന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുന്നു. ഇപ്പോൾ പറയുന്നു അദ്ദേഹത്തിന് യോജിച്ച വാക്കുകളല്ല പറയുന്നതെന്നും പൊതുവേദിയിൽ പറയാൻ പാടില്ലാത്തതാണ് അദ്ദേഹം പറയുന്നതെന്നും അവര് പ്രതികരിക്കും. അതിനാണ് പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു സാധനത്തെ അവിടെ കൊണ്ടുവന്നിരുത്തുന്നത്. അല്ലാതെ അവര് പറയുന്നത്, ഭരണപക്ഷത്തിരിക്കുന്നവർ പറയുന്നതെല്ലാം കേട്ട് അതിന് തലയാട്ടുന്നതല്ല പ്രതിപക്ഷം. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക, അല്ലാതെ ജനങ്ങൾക്ക് ദ്രോഹകരമാകുന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഭരണപക്ഷത്തിന് നേട്ടമുണ്ടാക്കുകയും എതിർപക്ഷത്തിൽ നിൽക്കുന്നവർക്ക് അത് കോട്ടമുണ്ടാക്കുകയും ചെയ്യുമ്പോൾ അതിനെ എതിർക്കുന്നതാണ് പ്രതിപക്ഷം. ഇതിൽ എവിടെയാണ് തെറ്റ്? ഒരു തെറ്റുമില്ല. ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രതിപക്ഷത്തിന്റെ ചുമതല തന്നെയാണ്. ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് എനിക്കറിയാമേ. നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്നത് ഇവരൊന്നും കാണുന്നില്ലേ? UP-യിലും ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും ബീഹാറിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം സ്വജാതിയെ നിഷ്ഠൂരമായി തല്ലുകയും പള്ളി ചർച്ചുകൾ അടിച്ചുടക്കുകയും ചെയ്യുന്നതെന്നും ഇവർ കാണുന്നില്ലേ? അപ്പൊ നമുക്ക് ആ പ്രോഗ്രാമിൽ നടന്ന വാക്കുകൾ എന്താണെന്ന് കേൾക്കാം. ഞാൻ ഇതിലെ കൂടി അതേ ഭാഷയിൽ വല്ലതും പറഞ്ഞാൽ നിങ്ങൾ റിലേ കട്ട് ചെയ്യും. രാഹുൽ ഗാന്ധിയെ പറ്റിയിട്ട് അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കാൻ തക്കവണ്ണം ഫിറ്റ് അല്ല. അങ്ങനത്തെ വർത്തമാനങ്ങളാണ് പറയുന്നത്. ഇവർ രാജ്യസഭയിൽ CPM-ന്റെ ഒരു MP ആണ് ചോദിച്ചത്, ഇങ്ങൊരു നമ്മുടെ പ്രധാനമന്ത്രി മോഡിജിയുടെ വിദേശ രാഷ്ട്ര സന്ദർശനത്തിന് ചെലവായ പണം എത്രയാണ്? അപ്പൊ ആ പണം കൊടുത്തു. അപ്പൊ അവിടെ പറഞ്ഞു 78 കോടി എന്തോ, എത്രയോ ബില്യൺ ഡോളേഴ്സാണ്. ഞാൻ അതിന്റെ കണക്കൊക്കെ എൻ്റെ അടുത്തുണ്ട്. പക്ഷെ ഇതിൽ കൂടി എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് പറയാനുള്ള ഒരു വേദിയല്ലല്ലോ. മറ്റുള്ളവരുടെ കെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി നിന്നു കൊടുത്ത ആള് പറഞ്ഞത് രസകരമായ വാക്കാണ്. ജോർജിയ മെലോഡിയ ആണോ എന്നാണ് രാഹുൽ ഗാന്ധി അടുത്ത് ചോദിച്ചത്. ഞാൻ ആ നിലവാരത്തിൽ എത്തിയിട്ടില്ല എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു.
ഇതിൽ എവിടെയാണ് തെറ്റ്? കൊള്ളേണ്ടവർക്ക് കൊണ്ടു, അവർക്ക് അതിന്റെ വിഷമവും ഉണ്ടായി. നമുക്ക് കേൾക്കണ്ടേ ബാക്കി? രാഹുലിന്റെ വിമർശനം പലപ്പോഴും വളരെയേറെ വേദനാജനകമായി തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ രാഷ്ട്രം, നമ്മുടെ പ്രധാനമന്ത്രി മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള നല്ല ബന്ധത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് പല നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും കണക്കിലെടുക്കാതെ എപ്പോഴും വിമർശിക്കുക, എല്ലാത്തിനും പ്രധാനമന്ത്രി വിമർശിക്കുക, അതൊരു നല്ല രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായ? കാരണം വിമർശിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞ പ്രകാരം തന്നെ പാർലമെന്റിലായാലും എവിടെയാലും വിമർശിക്കണം. പക്ഷെ ഇങ്ങനെ എപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുക, എല്ലാത്തിനും വിമർശിക്കുക, അത് പരിഹസിക്കുക, അത് നല്ലൊരു രീതിയല്ല. കാരണം നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങളുള്ള ബന്ധം നല്ലതാണ്. ട്രംപ് ഒരു പ്രത്യേക മൈൻഡുള്ള ആളാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും അറിയാം ട്രംപ് ഒരു പ്രത്യേക മൈൻഡുള്ള ആള് തന്നെയാണ്. അതായത് ഇപ്പോൾ പറയുന്നത് ഒരു സെക്കൻഡ് കൊണ്ട് മാറ്റി പറയുന്ന ഒരു വ്യക്തിയാണ്. അത് സത്യം. നിങ്ങൾ പറഞ്ഞ കാര്യം അക്ഷരം പ്രതി അത് ശരിയാണ്. കാരണം ലോക ജനങ്ങൾക്ക്, ലോകത്തുള്ള സർവ്വവിധമായ ജനതയ്ക്കും ഇത് വ്യക്തമായി അറിയാം ട്രംപിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന്. ഒരു നിമിഷം കൊണ്ട് മാറ്റി പറയാൻ ഇതുപോലെ ഒരു ലോക പോലീസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു തലവന്, ലോകരാജ്യങ്ങളുടെ നേതാവ് എന്ന് പറയുന്ന വ്യക്തിക്ക്, അദ്ദേഹത്തിന് മാത്രമേ ഇന്നേ വരെ സാധിച്ചിട്ടുള്ളൂ. അമേരിക്ക ഭരിച്ചിട്ടുള്ള ഒരു നേതാവും ഇന്നേ വരെ പറഞ്ഞ കാര്യത്തിൽ നിന്നും അവർ വ്യതിചലിച്ചിട്ടില്ല. പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം താങ്കൾ പറഞ്ഞ കാര്യം അക്ഷരം പ്രതി ശരിയാണ്. അദ്ദേഹം നിമിഷ നേരം കൊണ്ട് ബാക്കി കാര്യങ്ങൾ മാറ്റി പറയുന്ന വ്യക്തിയുമാണ് അദ്ദേഹം. നമുക്ക് ഇനി ബാക്കിയുള്ളത് കേൾക്കാം. ഞാൻ യൂട്യൂബിലെ നമ്മുടെ പ്രേക്ഷകർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. കിഷോർ ഉണ്ട് കോന്നിയിൽ നിന്ന്, ജയകുമാർ ഉണ്ട് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് തോന്നുന്നു. പ്രമോദ് നാണു എനിക്ക് കാവ്യ ഹൃദയങ്ങൾ അയക്കുന്നു. ശശിധരൻ പിള്ള പറയുന്നു എല്ലാവർക്കും നമസ്കാരം എന്ന് പറഞ്ഞ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഗോപാലകൃഷ്ണ കേശവൻ പിള്ളை ഗുഡ് ഈവനിങ് എന്ന് പറയുന്നത് നമുക്കൊപ്പമുണ്ട്. നിറങ്ങൾ മാറ്റം എന്നോട് ഇപ്പം ചേർന്നിട്ടുണ്ട്. ഡൊണാൾഡ് ഡക്ക് കാവ്യ ഹൃദയങ്ങൾ അയക്കുന്നുണ്ട്. പ്രതാപൻ പിള്ളை LOPക്കെതിരെ, അതായത് ലോക്സഭ ലീഡർ ഓഫ് ഒപ്പോസിഷൻ പാർട്ടി എന്ന നിലയിലാണ് LOPക്കെതിരെയുള്ളൊരു പ്രതികരണം നടത്തുന്നു. ജയകുമാർ ഇന്ത് കേന്ദ്രത്തിലാണ് പിടി എന്ന് പറഞ്ഞ് എന്നെ പരിഹസിക്കുന്നുണ്ട്. ഷിജു കിരിയത്ത് പറയുന്നു വൈ ദർ വെർ നോ പ്രതിവേദി ഡിബേറ്റ്സ് ഇൻ യൂട്യൂബ്. ഈ പറയുന്ന പാർലമെന്റിനുള്ളിൽ നിർത്തി എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തപ്പോ, വിമർശിക്കുകയും ചെയ്തപ്പോ ഈ നമ്മുടെ അച്ഛൻ എവിടെയായിരുന്നു? സാമുവൽ അച്ഛൻ ഉറക്കത്തിലായിരുന്നോ? മാത്രവുമല്ല ഇന്ന് രാജ്യസഭയിലാകട്ടെ പാർലമെന്റിലാകട്ടെ അദ്ദേഹത്തിന്റെ ശബ്ദത്തെ ഭയക്കുന്നവരാണ് ഇന്ന് ഭരണപക്ഷത്തിരിക്കുന്നത്. അതായത് പപ്പു എന്ന് വിളിച്ച് കളിയാക്കിക്കൊണ്ടിരുന്ന നിങ്ങൾ ഇന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഭയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അസ്ത്രത്തെക്കാൾ വളരെ ശക്തിയുണ്ട്, മൂർച്ചയുണ്ട്. അദ്ദേഹം എവിടെയും അദ്ദേഹത്തിന്റെ വാക്കുകൾ തുളച്ചു കയറും. ഇന്ന് ഇന്ത്യ ജൻസികൾ കാതോർക്കുന്നത് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾക്കുമാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ഇന്ന് രാജ്യത്തിന്റെ യുവാക്കൾ, യുവതികൾ കൃത്യമായി അക്ഷരം തെറ്റാതെ ഇരുന്ന് കേൾക്കുന്നു. യുവതികളും യുവാക്കളും ഇന്ന് രാഹുലിന്റെ പിന്നാലെയാണ്. നാളെയും അതുണ്ടാകും. ഇനിയുള്ള കാലം അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ കേൾക്കും. അതിൻ്റെ തെളിവുകൾ നിരവധി വന്നു കഴിഞ്ഞു. ഇതാ ഇപ്പോൾ അടുത്ത സമയത്ത് ഈ കുട്ടികളുടെ പ്രശ്നം കേൾക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു പൊതുവേദിയിൽ ചെന്നു. ആ ക്യാമറയിൽ കാണിക്കുന്ന ജനക്കൂട്ടത്തിനെ ഇതാരും കല്ലുപറക്കി വെച്ചതൊന്നും അല്ലല്ലോ. യുവതികളും യുവാക്കളും, ജൻസികൾ, ഈ കുട്ടികൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി തടിച്ചു കൂടിയതാണ് അവിടുത്തെ കുട്ടികൾ. അപ്പോ ഇന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, കാരണം അദ്ദേഹത്തെ ഈ പരുവത്തിലെത്തിച്ചത് ഇന്നത്തെ ഭരണപക്ഷമാണ്. അദ്ദേഹത്തിനെ ആക്ഷേപിക്കുന്നവരാണ്, അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നവരാണ്. അടുത്തൊരു വിഷയമായി വരാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.